ദേവസ്വം സ്വത്തുക്കൾ കൈപ്പിടിയിലൊതുക്കാനുള്ള നീക്കവുമായി സർക്കാർ. ദേവസ്വം ഭൂമികൾ യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയെന്ന് അവകാശവാദം. ദേവസ്വത്തിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമിയെന്നാണ് 2023 പുറത്തിറക്കിയ ഉത്തരവിലെ പരാമർശം. ദേശീയപാത വികസനത്തിന് വിട്ടുനൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാരവും സർക്കാർ കൈക്കലാക്കിയിരുന്നു. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, ഈ ദേവസ്വം സ്വത്തുക്കളിൽ, ക്ഷേത്ര സ്വത്തുക്കളിൽ കണ്ണുവെക്കുന്ന ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു രീതി അത് ഇന്നലെയോ തുടങ്ങിയതല്ല. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണം വന്നിരിക്കുകയാണ്, തെളിവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടി നമുക്കറിയാം ഒട്ടേറെ ക്ഷേത്ര ഭൂമികൾ ഈ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നഷ്ടപരിഹാരം യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് അതാത് ക്ഷേത്രങ്ങളുടെ ഭരണസമിതിക്കായിരുന്നു. പക്ഷേ അതിനു പകരം ഈ ഭൂമികളെല്ലാം സർക്കാർ ഭൂമിയാണെന്ന് പറയുകയും അതിൻ്റെ നഷ്ടപരിഹാര തുക നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നടക്കം വാങ്ങിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇത് ക്ഷേത്രഭൂമി മൊത്തം സർക്കാരിൻ്റെയാണ് എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് ഈ നീക്കത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? നീലിമ, നേരത്തെ തന്നെ ഈ ദേവസ്വം ഭൂമികൾ ഈ ദേശീയപാതയുടെ വികസനത്തിന് വിട്ടു നൽകിയപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരമായി ലഭിച്ച തുക സർക്കാരാണ് കൈപ്പറ്റിയത് എന്നതിനുള്ള തെളിവുകൾ വിവരാവകാശ രേഖയടക്കം ജനം TV പുറത്തുവിട്ടിരുന്നു. പിന്നാലെ ദേവസ്വം ബോർഡിനോട് 2023 ഈ തുക വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു സർക്കാർ ഉത്തരവ് വന്നിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് ആകട്ടെ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നാളിതുവരെയും എന്നുള്ള വാർത്തയും ജനം TVയാണ് പുറത്തുവിട്ടത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് 2023 സർക്കാർ ഇറക്കുന്ന ഒരു ഉത്തരവ് ശ്രദ്ധയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയപാതകളുടെ ദേവസ്വത്തിന് ഭൂമി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പും ദേവസ്വം ബോർഡും തമ്മിലൊരു തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡുകളുടെ കൈവശമുള്ള ഭൂമികൾ അതെല്ലാം സർക്കാർ ഭൂമിയാണ്, ഗവൺമെന്റ് ലാൻഡാണ് എന്നുള്ളൊരു പരാമർശം ആവർത്തിച്ച് 3 തവണയാണ് അതങ്ങനെയുള്ളൊരു പരാമർശം ആ സർക്കാർ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട PWD വകുപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഉന്നതരും അതോടൊപ്പം റവന്യൂ വകുപ്പിലെ ഉന്നതരും ഒക്കെ പങ്കെടുത്തൊരു യോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉത്തരവിൽ അങ്ങനെ ചേർക്കുന്നത് യാദൃച്ഛികമാകാനുള്ള ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ അതൊരു കയ്യബദ്ധമായി കാണാനും കഴിയില്ല. എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, ഈ ദേവസ്വം ബോർഡുകളുടെ ഭൂമി അത് രാജാവോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത സർക്കാരോ അത് സൗജന്യമായി നൽകിയ ഭൂമിയാണ്, അത് സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ഈ ദേശീയപാതയ്ക്ക് മറ്റും വിട്ടു നൽകുമ്പോൾ വരുന്ന നഷ്ടപരിഹാര തുക സർക്കാർ അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ളൊരു കൃത്യമായ പരാമർശമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ പറയുന്നത് കേരളത്തിലെ ദേവസ്വം ഭൂമികൾ മുഴുവൻ അത് സർക്കാർ ഭൂമിയാണ് എന്നുള്ളതാണ്. നമ്മൾ നാളിതുവരെയായി ഈ ദേവസ്വം ഭൂമികളുടെ സംരക്ഷണത്തിനും അതിനു വേണ്ടിയിട്ടുമൊക്കെ ആയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, അപ്പോൾ ജനം TV അടക്കം ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ നഷ്ടമാകുന്ന പലവിധമായ വാർത്തകൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ പറയുകയാണ് ഈ ഭൂമിയെല്ലാം ദേവസ്വം ബോർഡിൻ്റെ അല്ല, മറിച്ച് സർക്കാരിൻ്റെയാണ് എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള മറ്റൊരു വശം എന്നുള്ളത് ഇതേ ഉത്തരവിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ, റവന്യൂ വകുപ്പിന് നൽകിയ ഒരു കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട് ഈ വസ്തുക്കളെല്ലാം കവനന്റ് പ്രകാരം രാജാവ് ദേവസ്വത്തിന് കൈമാറിയതാണ് എന്നുള്ളത്. അതിൽ കുറച്ചുകൂടി സാങ്കേതികമായ തെറ്റുണ്ട് അദ്ദേഹം പറയുന്നതിൽ. കാരണം അങ്ങനെ കൈമാറിയത് ദേവസ്വം ബോർഡിനല്ല എന്നുള്ളതൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ കൃത്യമായി പറയുന്നുണ്ട് ദേവന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ നഷ്ടപരിഹാരം ലഭ്യമാകേണ്ടത് ദേവസ്വം ബോർഡിനാണ് എന്നുള്ള കാര്യവും ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് ഈ ഉത്തരവിൽ തന്നെ അത് പരാമർശിക്കുമ്പോഴും സർക്കാർ ആവർത്തിച്ച് പറയുന്നു ഇതെല്ലാം ഗവൺമെന്റ് ലാൻഡാണ്. അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് സർക്കാർ ക്ലെയിം ചെയ്യുകയാണ് ദേവസ്വം ബോർഡുകളുടെ കയ്യിൽ ദേവന്റെ ഭൂമിയാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഭൂമികൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെതാണെന്നുള്ളൊരു പുതിയ വാദം, ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത, ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ വാദവുമായി സർക്കാർ വരുന്നു. ഇത് നിയമപരമായി എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി ആർക്കെങ്കിലുമൊക്കെ തോന്നാം മഹാരാജാവ് എല്ലാം ദേവസ്വത്തിന് വിട്ടു നൽകിയതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാകാം. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. കാരണം ദേവസ്വങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് കാലാകാലങ്ങളായി ചരിത്രപരമായി തന്നെ വൻ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അവയിൽ നിന്ന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച ഭൂസ്വത്തുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യവും കേരളത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളൊരു കാര്യവുമാണ്. 1922 അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് ഈ ദേവസ്വവും റവന്യൂവും 2 വകുപ്പുകളാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് ദേവസ്വം
ദേവസ്വവും റവന്യൂവും വകുപ്പുകൾ 2 വകുപ്പുകളാക്കി മാറ്റുന്ന സമയത്ത് ദേവസ്വത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയുടെ ഏതാണ്ട് 60% ഭൂമി റവന്യൂ വകുപ്പിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. 40% താഴെ ഭൂമി മാത്രമാണെന്ന് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം തന്നെ അന്നത്തെ രാജാവ് നിലനിർത്തുന്നതും പിന്നീട് കവനന്റ് വരുന്നതും ദേവസ്വം ഭൂമികളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെടുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ 2023 വരുമ്പോൾ പിണറായി സർക്കാർ പറയുന്നു ഇനി ദേവസ്വത്തിൻ്റെ കയ്യിലുള്ള ഭൂമികളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയാലും അതെല്ലാം ഗവൺമെൻറ് ഭൂമിയാണ് എന്നുള്ളത്. അത് ഏതു രീതിയിലാണ് കേരളത്തിലെ വിശ്വാസികൾ കണക്കിലെടുക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല ഈ സാഹചര്യത്തിൽ നീലിമ. കാരണം ഒരു സർക്കാർ അവകാശവാദം ഉന്നയിക്കുകയാണ് ഈ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി ദേവന്റെ സ്വത്തെന്ന് വിശ്വസിക്കപ്പെടുന്ന ദേവന്റെ സ്വത്തെന്ന് എല്ലാവരും വിശ്വസിക്കപ്പെടുന്ന നിയമപരമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉയരുന്നത് മറ്റ് മതസ്ഥരുടെ ഭൂമി ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടാകും സ്വീകരിക്കുക? ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ ആയാലും മുസ്ലിം പള്ളിയുടേതായാലും ഇങ്ങനെ അവരുടെ ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ഹൈന്ദവ ജനവിഭാഗത്തിനാണ്. ക്ഷേത്രങ്ങളുടെ സ്വത്താണ് നഷ്ടപ്പെട്ടത്. എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത്തരത്തിൽ ദേശീയപാത വികസനത്തിനൊക്കെ വേണ്ടി ഓരോ ക്ഷേത്രവും വിട്ടു നൽകിയത്. പക്ഷേ മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സന്നദ്ധതയുമില്ല. മാത്രവുമല്ല ഇങ്ങനെ സർക്കാർ ഒരു നിലപാടെടുത്താൽ അവരൊക്കെ കൈക്കൊള്ളുന്നൊരു സമീപനം എന്തായിരിക്കും എന്നതുകൂടി ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. വളരെ നാടൻ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അതിനുള്ള നട്ടൽ എന്തായാലും പിണറായി സർക്കാർ കാണിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നീലിമ. പക്ഷേ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഏത് മതവിഭാഗത്തിൻ്റെ ആണെങ്കിലും ശരി, ആ മതവിഭാഗങ്ങളുടെ ഭൂമിക്ക് ആ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ അവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾക്കും ഭൂമികൾക്കുമെല്ലാം കൃത്യമായി അവകാശമുള്ളത് ആ വിഭാഗങ്ങൾക്ക് തന്നെയാണ്. അത് കാലങ്ങളായി അവരുടെ കൈവശമുള്ളതാണ് എങ്കിൽ അതിലൊക്കെ നമുക്ക് വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ അത് സംബന്ധിച്ച വ്യാപകമായ ഡിസ്പ്യൂട്ടുകളൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ചില അധിനിവേശ ശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ വസ്തുക്കളുടെ ഇടയിലൊക്കെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. അത് നടന്നുകൊള്ളട്ടെ. കാരണം അതിൽ 2 കക്ഷികൾ തമ്മിലുള്ള നിയമ പോരാട്ടം നടക്കുന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് ഒരു സർക്കാർ, ആ സർക്കാർ തന്നെ ക്ലെയിം ചെയ്യുകയാണ് ദേവസ്വങ്ങളുടെ, അതായത് ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ബോഡിയാണ്. അതിൻ്റെ ഭരണഘടനാപരമായ സാധൂകരണവും അങ്ങനെയാണ്. ഈ ദേവസ്വം 1950 കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമൊക്കെയുള്ള വ്യവസ്ഥകളിൽ അങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്ക് നൽകിയിരിക്കുന്ന അധികാരം. അതുകൊണ്ട് തന്നെ ആ സ്വത്തിൽ കൈകടത്താൻ മറ്റാർക്കും അധികാരമില്ല, അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഒരു സർക്കാർ ഇത്ര പരസ്യമായ അവകാശവാദം ഉന്നയിക്കുകയാണ് ദേവസ്വം സ്വത്തുക്കളിൽ എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ആലപ്പുഴ ജില്ലയിലെ കുറേ കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെയാണ് ഈ ദേശീയപാതകൾക്ക് നഷ്ടമായ ക്ഷേത്രഭൂമികളുടെയും ക്ഷേത്ര ബിൽഡിങ്ങുകളുടെയും ഒക്കെ പണം, ആ പണം വന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ് എന്നുള്ളത്. ഏതാണ്ട് 20 കോടിയിലധികം രൂപ, 27 കോടിയോളം രൂപയുണ്ട്. അതിൽ പക്ഷേ ഒരു വ്യക്തത കുറവുള്ളതുകൊണ്ട് നമ്മൾ 20 കോടിയിലധികം രൂപ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും. ഈ 20 കോടിയിലധികം രൂപ ക്ഷേത്രങ്ങൾക്ക് ലഭിക്കേണ്ട, ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട തുക, ഈ തുക വന്നത് സർക്കാരിലേക്കാണ്. ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ദേവസ്വം ഭൂമികൾ, ക്ഷേത്ര ഭൂമികൾ സർക്കാർ ലാൻഡാണ് എന്നുള്ളത്, അതായത് ഗവൺമെന്റ് ലാൻഡാണ് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ക്ഷേത്ര സ്വത്തുക്കൾ, ദേവസ്വത്തിന്റെ ഭൂമി ഇതൊക്കെ സർക്കാരിലേക്ക് ആകുന്നത്? മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം എങ്ങനെ സർക്കാരിന് മാത്രമായി വാങ്ങിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രസക്തമായ ചോദ്യം ഉൾക്കൊള്ളുന്ന വാർത്തയാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്തത്.